ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഊണ് കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയല്ലേ? വീട്ടിൽ പപ്പടം ഉണ്ടോ? പപ്പടം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. ഊണ് കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു 5 പപ്പടം ചുട്ടെടുക്കുക, ചമ്മന്തി ഉണ്ടാക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പട ചമ്മന്തി കഴിക്കാം നമുക്ക്. പപ്പടം ചുട്ടരച്ച ചമ്മന്തിയാണ് കേട്ടോ. നമ്മൾ പപ്പടം വറുത്തിട്ട് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് അതല്ല, പപ്പടം ചുട്ടരച്ച ചമ്മന്തി. നമ്മുടെ നാടൻ തേങ്ങ ചമ്മന്തി ഉണ്ടല്ലോ, ചുട്ടരച്ച തേങ്ങ ചമ്മന്തിയുടെയൊക്കെ ഏകദേശം ഒരു ടേസ്റ്റ് വരുന്നതാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഉടനെ തന്നെ പപ്പടം എടുത്തോളൂ, തേങ്ങ എടുത്തോളൂ, ചമ്മന്തി അരച്ചോളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 5 പപ്പടം ചുട്ടെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ കനലുണ്ട്, അടുപ്പിലാണ് കുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കനലിൽ ചുട്ടെടുക്കുക, ഇല്ലെങ്കിൽ ഗ്യാസിൻ്റെ ഫ്ലെയിമിലൊന്ന് ചുട്ടെടുക്കുക. പിന്നെ ഒരു 7 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഞാൻ 7 വറ്റൽമുളകും 3 ഉള്ളി എടുത്തിട്ടുണ്ട്. വറ്റൽമുളകും ഉള്ളിയും നമ്മുടെ നോൺ സ്റ്റിക്ക് പാനിലൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തതാണ്. എണ്ണ ചേർക്കാതെ റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറിയൊരു പീസ് പുളി വേണം, അതുപോലെ തന്നെ തേങ്ങ ചിരവിയത് വേണം, ഉപ്പ് വേണം. അപ്പോൾ ആദ്യം നമുക്ക് തേങ്ങയും ഉള്ളിയും വറ്റൽമുളകും എല്ലാം ചേർത്തൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കാം. പപ്പടം നമ്മളിപ്പോൾ ചേർക്കുന്നില്ല. ഞാനിപ്പോൾ ചുട്ടെടുത്ത വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. എരിവനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ 7 എണ്ണം ചേർക്കുന്നത് അത്യാവശ്യം എരിവുള്ള രീതിയിലുള്ള ചമ്മന്തിക്കായിട്ടാണ്. നിങ്ങൾക്ക് ഇത്രയും എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത്രയും മുളക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കിയിട്ട് നമ്മൾ പാനിലൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തതാണ്. അതുപോലെ തന്നെ കുരുവില്ലാത്ത വാളൻപുളി, ചെറിയൊരു പീസ് വാളൻപുളി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് ചേർക്കുന്നുണ്ട്. നമ്മൾ 5 പപ്പടം എടുത്തുകൊണ്ടാണ് 5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് ചേർക്കുന്നത്. ഇതെല്ലാം ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പപ്പടത്തിന് ഉപ്പുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് ഉപ്പ് ചേർക്കരുത്. ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. പപ്പടവും കൂടി ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഉപ്പ് ചേർക്കുന്നുള്ളൂ. ആദ്യം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ തേങ്ങ ഒന്ന് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ പപ്പടത്തിൻ്റെ ടേസ്റ്റാണ് നമുക്ക് മെയിനായിട്ട് വരേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് തേങ്ങ ചേർത്തിട്ട് ചമ്മന്തി അരയ്ക്കുന്നത്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ തേങ്ങയും പുളിയും മാത്രം ചൂടാക്കി എടുക്കേണ്ട ആവശ്യമില്ല, ബാക്കിയുള്ളതെല്ലാം ചൂടാക്കി എടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചുട്ട് വെച്ചിരിക്കുന്ന പപ്പടം ചേർത്ത് കൊടുക്കാം. ഒന്ന് പൊടിച്ചിട്ട് ചേർക്കുക. പപ്പടത്തിൻ്റെ കരിഞ്ഞ പോർഷനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി കളയാം കേട്ടോ. അത് നമ്മൾ ഗ്യാസിലൊക്കെ ചുട്ട് വരുമ്പോൾ അല്ലെങ്കിൽ തീയിൽ ചുട്ട് വരുമ്പോൾ ഒന്ന് കരിഞ്ഞു വരും. ആ കരിഞ്ഞ പോർഷനൊന്ന് മാറ്റി കൊടുക്കുക. ഇനി നമുക്കിത് വീണ്ടും ഒന്ന് മിക്സിയിൽ കറക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ പപ്പട ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു 1/4 ടീസ്പൂണിൽ താഴെ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. പപ്പടം ചേർത്ത് ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ഒരു 1/4 ടീസ്പൂണിൽ താഴെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ പപ്പട ചമ്മന്തി ഈ ഒരു കളറിലാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ഒക്കെ ചേർത്ത് കഴിക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതിലേക്ക് വെളിച്ചെണ്ണയൊന്നും ചേർക്കണം എന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചമ്മന്തിയുടെ പരിപാടി. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. പപ്പടം വറുത്തിട്ട് ചമ്മന്തി അരയ്ക്കുന്നത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇത് പപ്പടം ചുട്ടരച്ച ചമ്മന്തിയാണ്. അപ്പോൾ തേങ്ങ കുക്ക് ചെയ്യരുത്, അതുപോലെ തന്നെ പുളിയും വറുത്തെടുക്കരുത്. അത് രണ്ടും പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റുള്ള ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.